എനിക്ക് ഏറ്റവും ഇഷ്ടമായ ട്യൂണ് കോലക്കുഴൽ വിളി കേട്ടോ എന്ന് പറഞ്ഞ പടത്തിലെ ട്യൂണാണ്. ആ ട്യൂൺ കേട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗംഭീര സോങ് ആയിരിക്കും, നല്ലതായിരിക്കും ഇത് കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു കോലക്കുഴൽ വിളി കേട്ടുമായിരിക്കും സെലക്ട് ചെയ്യാൻ പോണത്. എന്തോ ശരിക്കും നമുക്കൊരു ഭയങ്കര നിരാശ വന്നു വെച്ചാൽ ലൂയിസ് സാർ സെലക്ട് ചെയ്ത് രാജകുമാരനും രാജകുമാരിയാണ്. ജയേന്ദ്രൻ ആ സമയങ്ങളിൽ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ ആൾ തന്നെയാണെങ്കിലും ആ സമയങ്ങളിൽ അധികം ഹിറ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടൊരു ഇവരുടെ പ്രണയഗാനമാണ്. ജയചന്ദ്രനൊരു എനിക്ക് തോന്നുന്നു കുറേ ട്യൂണുകളിട്ടു, ഒരുപാട് ട്യൂണുകളിട്ട് ഒന്നും ലൂയിസ് സാറിന് അത്ര ഇഷ്ടമാവുന്നില്ല. ശരിക്കും ഒരു ഭയങ്കര സങ്കടമുള്ളൊരു അവസ്ഥയായിപ്പോയി. ജയേന്ദ്രൻ ഭയങ്കര മൂഡ് ഔട്ടാണ്. ജയചന്ദ്രൻ പറഞ്ഞു, സാർ ഞാനൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ട് വരാം. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഈ കഥകളും ഈ സംഭവവും എൻ്റെ മനസ്സിലെപ്പോഴും ഓർമ്മ നിൽക്കുന്നതാണ്. കോലക്കുഴൽ വിളി കേട്ടു. കോലക്കുഴൽ വിളി കേട്ടോ രാധേ ലൂയിസ് സാറിൻ്റെ മറ്റൊരു സിനിമയായിരുന്നു നിവേദ്യം. എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു. കാരണം അത്രയും വലിയൊരു സെറ്റ് ഇട്ടിട്ട് ഒരു അമ്പലം മുഴുവൻ സെറ്റ് ഇട്ടൊരു സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും വലിയൊരു സെറ്റും നാച്ചുറലായി അത്രയും ഗംഭീരമായിട്ടൊരു സെറ്റായിരുന്നു ആ സിനിമയുടെ ഉണ്ടായിരുന്നത്. ആ ഡയറക്ടർ പ്രശാന്ത് മാധവായിരുന്നു. ശരിക്കും ആ സിനിമയുടെ എല്ലാ വർക്കുകളും നമ്മൾ കമ്പോസിങ് എല്ലാം നടക്കുന്നത് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലായിരുന്നു. ചെറുതുരുത്തി ഒരു അൽസുലാത്തി ഗസ്റ്റ് ഹൗസോ അങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അന്ന്. അവിടെയായിരുന്നു അതിൻ്റെ കമ്പോസിങ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. ശരിക്കും അന്ന് പാട്ടുകൾ കമ്പോസിങ് വന്നു. എം ജയചന്ദ്രൻ കുറച്ച് സമയത്തെ ഗ്യാപ്പിന് ശേഷമാണ് അവിടെ വരുന്നത്. ജയേന്ദ്രൻ ആ സമയങ്ങളിൽ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ ആൾ തന്നെയാണെങ്കിലും ആ സമയങ്ങളിൽ അധികം ഹിറ്റുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ കമ്പോസിങ് തുടങ്ങി, കമ്പോസിങ്ങിന് പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടൊരു ഇവരുടെ പ്രണയഗാനമാണ് നമ്മൾ കമ്പോസിങ് തുടങ്ങുന്നത്. ഈ പ്രണയഗാനം ജയചന്ദ്രനൊരു എനിക്ക് തോന്നുന്നു കുറേ ട്യൂണുകളിട്ടു, ഒരുപാട് ട്യൂണുകളിട്ട് ഒന്നും ലൂയിസ് സാറിന് അത്ര ഇഷ്ടമാവുന്നില്ല. ശരിക്കും ഒരു ഭയങ്കര സങ്കടമുള്ളൊരു അവസ്ഥയായിപ്പോയി. ജയേന്ദ്രൻ ഭയങ്കര മൂഡ് ഔട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു 2 ദിവസം ഇരുന്നതിന് ശേഷം ജയചന്ദ്രൻ പറഞ്ഞു, സാർ ഞാനൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ട് വരാം. അവിടെ അടുത്താണല്ലോ ഗുരുവായൂർ. അപ്പോൾ ഓക്കെ, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ട് വരുന്നു. വന്നന്ന് വൈകിട്ട് അടുത്ത ദിവസം വൈകിട്ട് ഇവിടെ എത്തി. വൈകിട്ടെത്തി നമ്മളെല്ലാവരും കൂടെ പുള്ളി ഇരിക്കുന്നു. രാത്രി കുറേ ട്യൂണുകൾ, നാളെ കാലത്താണ് ഇരിക്കുകയെന്ന് പറയുന്നത്. രാത്രി കുറേ ട്യൂണുകൾ ഇടുന്നു. അപ്പോൾ ആ ട്യൂണുകളിൽ രാത്രി എപ്പോഴും എനിക്കൊന്ന് ലൂയിസ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരേ ട്യൂൺ വരുമ്പോഴും എന്നെയാണ് ആദ്യം വിളിച്ച് കേൾപ്പിക്കുക. എനിക്ക് ജയേന്ദ്രൻ ജി നമ്മളായിട്ട് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ അന്ന് രാത്രി കേൾപ്പിച്ച ട്യൂണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ട്യൂണ് കോലക്കുഴൽ വിളി കേട്ടോ എന്ന് പറഞ്ഞ പടത്തിലെ ട്യൂണാണ്. ആ ട്യൂൺ കേട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗംഭീര സോങ് ആയിരിക്കും, നല്ലതായിരിക്കും ഇത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു രാജകുമാരനും രാജകുമാരിയും എന്ന് പറയുന്ന വേറൊരു ട്യൂണും ആ സിറ്റുവേഷന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തോ എനിക്കപ്പോൾ അത്ര അതില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക്, നമുക്ക് എല്ലാവരും കൂടെ കേട്ടു നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് ലൂയിസ് സാർ വരുന്നു. എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു കോലക്കുഴൽ വിളി കേട്ടുമായിരിക്കും സെലക്ട് ചെയ്യാൻ പോണത്. എന്തോ ശരിക്കും നമുക്കൊരു ഭയങ്കര നിരാശ വന്നു വെച്ചാൽ ലൂയിസ് സാർ സെലക്ട് ചെയ്ത് രാജകുമാരനും രാജകുമാരിയാണ്. ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നിയ ജയചന്ദ്രൻ്റെ മനസ്സിലും ഈ കോലക്കുഴലിൻ്റെ ട്യൂണ് തന്നെയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അന്ന് വൈകിട്ട് പ്രൊഡ്യൂസർ എല്ലാ ടീമും കൂടെ വന്നു. എല്ലാ ടീമും വന്നു കഴിഞ്ഞപ്പോൾ രാജകുമാരനും രാജകുമാരിയും പാടി എല്ലാവരും കേട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ട്യൂണാണ്, നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഞാനൊരു ധൈര്യം സംഭരിച്ച് ഞാൻ പറഞ്ഞു ഒരു ട്യൂണും കൂടെ ജയചന്ദ്രൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സാറിന് അത് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. എല്ലാവരും ഉണ്ട്, കുറേ പേര് നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്. കോലക്കുഴൽ വിളി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്യൂണ് ഭയങ്കര രസമായിട്ട് തോന്നി എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇത് ട്യൂൺ നല്ല ട്യൂണാണ്, എല്ലാം നല്ല പറയുന്നത്, പക്ഷെ മറ്റതിൻ്റെ ഒരു ക്ലാസ് ഇല്ല ഈ ട്യൂണിന് എന്ന് പറഞ്ഞു. സത്യത്തിൽ ജയചന്ദ്രനും അന്ന് രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദ് ആ ട്യൂൺ എങ്ങനെയും നമുക്ക് എടുപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നമുക്ക് ചെയ്യാം, നിങ്ങളതിൻ്റെ ഓർക്കസ്ട്ര കൂടെ ചെയ്യും, രണ്ടിൻ്റെ ഓർക്കസ്ട്ര ചെയ്യും. അപ്പോൾ ഈ ഓർക്കസ്ട്ര ചെയ്യാൻ ഇത്ര പണിയല്ലേ ഉള്ളൂ, ഇന്ന് രാത്രി ഇരുന്ന് അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്യും. ഓർക്കസ്ട്ര ചെയ്തിട്ട് നമുക്കത് അത് രണ്ടും ഒന്നും കൂടെ കേൾപ്പിച്ച് നോക്കാം. ശരിക്കും ഞങ്ങൾ ഒരു പ്ലാൻഡാണ്. കാരണം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പാട്ടെന്ന് പറയുന്നത് രാജകുമാരനും രാജകുമാരി അല്ലാത്തതുകൊണ്ട് തന്നെ കോലക്കുഴൽ വിളി കേട്ടു. അന്ന് രാത്രി ജയചന്ദ്രൻ രാജകുമാരിയുടെ അത് ചെയ്യുന്ന അതേ സമയം
കോലക്കുഴലിൻ്റെയും ഓർക്കസ്ട്ര നമ്മളിരുന്ന് ചെയ്യുന്നു. രാത്രി ശരിക്കും എനിക്കൊന്ന് ഞാനും വന്ന് ഇവരോട് അവിടെ ഉറക്കം കളഞ്ഞ് ഞാൻ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കാരണം മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ജയന്തനോടൊരു ഉറപ്പ് പറഞ്ഞു, ജയന്തൻ അത് എന്തോ ആയാലും ഈ സോങ് കൂടെ നമ്മൾ ഈ പടത്തിലേക്ക് എടുക്കുന്നു, ഓഡിയോ കാസറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നാണ്. അപ്പോൾ ജയന്തൻ്റെ ഒരു മൂഡ് ഔട്ട് ഉണ്ട്, ഓഡിയോ കാസറ്റിലേക്ക് ചെയ്യാൻ ഒരു പാട്ട് വേണോ, ആ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിറ്റേ ദിവസം കാലത്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഈ 2 ട്യൂണും ലോയ് സാറിനെ കേൾപ്പിക്കുന്നു. ലോയ് സാറ് കേട്ട് കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയാണ്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കോലക്കുഴൽ വിളി കേട്ടോ സെലക്ട് ചെയ്യുന്നു, അത് തന്നെയാണ് ഗംഭീര സോങ്ങാണ് എന്ന് സാറ് പറയുകയും എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ശരിക്കും അന്നുണ്ടായൊരു സന്തോഷം എന്താണെന്നറിയാം, അത്രയും സന്തോഷം. കാരണം ആ പാട്ട് വേണമെന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നത്തെ ഒരു കാര്യം വെച്ചാൽ അതിന് ഡമ്മി ലിറിക്സ് വേണം, നമുക്കത് ലിറിക്സും കൂടെ എഴുതിയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിനു മുൻപ് ചെമ്മാനം പൂത്തേ എന്ന് പറയുന്ന ഒരു പാട്ട് സാറ് ജോക്കർ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്തോട് സാർ ഇത് സാറൊന്ന് എഴുതി നോക്ക്, അപ്പോൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ ജയേന്ദ്രൻ പറഞ്ഞു സാർ ഒരു ഡമ്മി എഴുതിത്താ എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ലോയ് സാറുമായിട്ട് അത്രയും അടുപ്പവും അത്രയും ബന്ധമുള്ള എനിക്കോട് ജയചന്ദ്രൻ പോലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോയ് സാർ സമ്മതിക്കായപ്പോൾ ഞാൻ ഒരു സാറിങ് വന്നേന്ന് പറഞ്ഞ് ഞാനും ജയചന്ദ്രനെയും ലോയ് സാറിനെയും ഒരു മുറിയുടെ പുറത്ത് നിന്ന് ഞാൻ പൂട്ടി, ജസ്റ്റ് തുറന്ന് അടച്ചാണ്. ജയചന്ദ്രൻ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. പൂട്ടിയിട്ട് പറഞ്ഞു സാർ ഒരു 4 വരി എഴുതി പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഇവരതിൻ്റെ ഉള്ളിൽ ഇരുന്നുള്ളൂ. ജയചന്ദ്രൻ എന്നെ വിളിച്ചു. അന്ന് അവിടെ ഉണ്ടായ പാട്ടാണ് കോലക്കുഴൽ വിളി കേട്ടോ. പിന്നീട് ആ സോങ് എത്ര സൂപ്പർ ഹിറ്റായി, ആ ഒരു സിനിമ പോലും ഹിറ്റിലേക്ക് എത്തിച്ചത് ആ ഒരൊറ്റ സോങ് ആയിരുന്നു. ഇന്നും എനിക്കൊണ്ട് ജയചന്ദ്രനും എപ്പോൾ കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നി വെച്ചാൽ വിജയ് യേശുദാസ് അന്ന് മലയാളത്തിലധികം പാട്ട് പാടിയിട്ടില്ല. ദാസേട്ടനും ഫാമിലിയായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. അത് വിജയ് പാടാമെന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ സുജാത ചേച്ചിയുടെ മകളും കൂടെ പാടാം എന്ന് തീരുമാനിക്കുകയും ആ പാട്ട് സുജാത ചേച്ചിയുടെ മകളും വിജയാണ് പാടുന്നത്. ആ വർഷം ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സോങ് ആയിരുന്നു കോലക്കുഴൽ വിളി കേട്ടെ. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഈ കഥകളും ഈ സംഭവവും എൻ്റെ മനസ്സിലെപ്പോഴും ഓർമ്മ നിൽക്കുന്നതാണ് കോലക്കുഴൽ വിളി കേട്ട്.